Hi dear students, യൂണിഫോം കണ്ടിന്യൂറ്റി എന്നുള്ള ടോപ്പിക്കാണ് നെക്സ്റ്റ് റിയൽ അനാലിസിൽ നമുക്ക് പറയാനുള്ളത്. നമ്മൾ കണ്ടിന്യൂറ്റിന്റെ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. F is continuous, F is continuous at C if for epsilon greater than 0 there exists a delta greater than 0 system. If x satisfy mod x minus c less than delta, then mod f of x minus f of c less than epsilon. ഇതാണ് ഒരു പോയിന്റിലുള്ള കണ്ടിന്യൂറ്റിന്റെ ഡെഫിനിഷൻ. ഇനി സി എന്നുള്ളതിന് പകരം എക്സ് പോലെ മറ്റ് എല്ലാ പോയിന്റിലും എക്സിലുള്ള ഫംഗ്ഷനാണ് തന്നിട്ടുള്ളത്. ഈ സിക്ക് വരെ യു ആക്കിയാൽ എന്താവും ഈ ഡെഫിനിഷൻ? If f is continuous, f is said to be continuous at some point u. If x satisfies mod x minus u less than delta, then f of x minus f of u less than epsilon is definition. Now, ഇവിടെ c എന്നുള്ളത് ഒരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇവിടെ സിയിലുള്ള സിയിലി mod x minus c less than delta f of x minus f of c less than epsilon ഒക്കെ വളരെ കംഫർട്ടബിൾ ആയിരിക്കും. പക്ഷേ if c is replaced by a variable point u, then delta may depend on delta is dependent on epsilon. In fact, delta may be dependent on u also. ഡെൽറ്റ നമ്മൾ സാധാരണ ഡെൽറ്റ തീരുമാനിക്കുന്നത് എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. പക്ഷേ ഈ കേസിൽ നമ്മൾ ജനറൽ ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിട്ട് യു പറയുകയാണെങ്കിൽ കണ്ടിന്യൂറ്റി അറ്റ് എനി പോയിന്റ് യു എന്ന് പറയുമ്പോൾ ആ ഡെൽറ്റയുടെ വാല്യൂ യുവിനെയും ഡിപ്പെൻഡ് ചെയ്യാം. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് പറയാം. അപ്പോൾ f of x equal to 2x. X belongs to R. X is any real number. Now, what is my f of x minus mod f of x minus f of u? Mod 2x minus 2u. It is 2 into mod x minus u. So, if mod x minus u less than delta, mod f of x minus f of u less than 2 into delta. If we choose epsilon equal to delta by 2, or epsilon is any number less than or equal to delta by 2, then what we can say, mod f of x minus f of u less than epsilon. So if we choose the value of delta, epsilon as delta by 2 or delta as 2 times epsilon, or delta equal to 2 times delta as epsilon by 2. If we choose delta as epsilon by 2, then
delta is a function of epsilon. Delta depend on epsilon only. And for this delta, mod x minus u less than delta implies mod f of x minus f of u less than epsilon, where delta is epsilon by 2. So, നമ്മൾ ഇവിടെ ഏത് പോയിന്റിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ ഓരോ ഡെൽറ്റക്കും ഓരോ എപ്സിലോണിനും കറസ്പോണ്ടിങ് ഡെൽറ്റ എടുത്താൽ മതി. എപ്സിലോൺ നമ്മൾ എത്രയാണോ എടുക്കുന്നത് അതിന്റെ നേരെ ഹാഫ് ആണ് ഡെൽറ്റ. ഡെൽറ്റ ഈക്വൽ ടു എപ്സിലോൺ ബൈ 2. എപ്സിലോൺ നമുക്ക് ലെസ് ദാൻ 0.1 ആക്കണമെങ്കിൽ we have to choose delta as 0.05. If we have to make mod f of x minus f of u less than 0.001, we have to make delta as the half, that is 0.0005, right? Likewise, so ഇവിടെ continuity define ചെയ്യുമ്പോൾ delta depend on epsilon onlyയാണ്. ഇനി വേറൊരു എക്സാമ്പിൾ നമുക്ക് This is the second example. F of x equal to 1 by x. X belongs to 0 infinity. What is mod f of x minus f of u here? Is equal to mod 1 by x minus 1 by u. That is u minus x divided by ux absolute value is equal to mod u minus x divided by ux. ഇത് നമുക്ക് ലെസ് ദാൻ എപ്സിലോൺ ആക്കണം. മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് യു ലെസ് ദാൻ എപ്സിലോൺ ആക്കണം. മോഡ് ഇത് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ദിസ് ഈക്വൽ ടു mod x minus u divided by mod ux. അപ്പൊ ഇത് ഡീൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ എക്സിനെ അവിടുന്ന് ഒഴിവാക്കണം. പിന്നെ യുവിന്റെ ടേം, അതായത് ഇവിടെ ദിസ് ലെസ് ദാൻ എപ്സിലോൺ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതിലാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ നോക്കാം, if we choose delta to be, നമുക്ക് ഈ ചോയ്സ് ഓർത്തിരിക്കണം, ഹാഫ് യു ആൻഡ് ഹാഫ് യു സ്ക്വയർ എപ്സിലോൺ. ഈ സെറ്റിന്റെ മിനിമം ആയിട്ട്, അല്ലെങ്കിൽ ഇൻഫിമം എന്നാണ് ടെക്സ്റ്റ് പറയുന്നത്, ഇൻഫിമം അല്ല മിനിമം, രണ്ട് എലമെന്റിന്റെ മിനിമം എന്ന് പറഞ്ഞാൽ മതി. ഇതിന്റെ അർത്ഥം ഡെൽറ്റ ഈസ് ലെസ് ദാൻ ബോത്ത് ദീസ് വാല്യൂസ്, ലെസ് ദാൻ or equal to both these values. Delta is less than or equal to half u and delta is or less than or equal to half u square epsilon ആണ് ഇത് കിട്ടുക. അപ്പൊ നമ്മള് mod x minus u less than delta implies mod x minus u less than delta എന്നുള്ളത് നമ്മൾ സിംപ്ലിഫൈ ചെയ്താല് mod x minus u less than ഡെൽറ്റക്ക് ആദ്യത്തെ വാല്യൂ എടുക്കുക ഹാഫ് യു. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുക മൈനസ് ഹാഫ് യു ലെസ് ദാൻ എക്സ് മൈനസ് യു ലെസ് ദാൻ ഹാഫ് യു എന്നാണ്. ഇവിടെ യു എല്ലായിടത്തും ആഡ് ചെയ്താൽ എന്താവും, ഹാഫ് യു ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3/2u എന്ന് കിട്ടും. ഈ രണ്ട് ഇതും സിംപ്ലിഫൈ ചെയ്താല് 1/x റെസിപ്രോക്കൽ എടുത്താൽ 1/x ലെസ് ദാൻ 2/u എന്ന് കിട്ടും. കാരണം അല്ലെ, ഹാഫ് യു റെസിപ്രോക്കൽ എടുത്താൽ 2/u ആവും, ലെസ് ദാൻ 1/x ഗ്രേറ്റർ ദാൻ 1/x, അപ്പൊ തിരിച്ചിട്ടാൽ 1/x ലെസ് ദാൻ 2/u. ഇതാണ് നമുക്ക് ആവശ്യമില്ല ഒരു സാധനം, ഒരു കാര്യം. ഇത് ഉപയോഗിച്ച് വീണ്ടും നമ്മളുടെ മുകളിലേക്ക് വരിക. മുകളില് ഇവിടെ നോക്കാം, ഇവിടെ 1/x ലെസ് ദാൻ 2/u എന്നുള്ളതുകൊണ്ട് ഇതിലുള്ള 1/x ലെസ് ദാൻ ഓർ ഈക്വൽ ടു mod x minus u 2/u സ്ക്വയർ നോ, യു സ്ക്വയറിന് മോഡുലസ് ആവശ്യമില്ലാത്തതുകൊണ്ട് is equal to 2/u square into mod x minus u. Now again mod x minus u less than delta implies mod x minus u less than delta implies
this is less than 2 by u square into delta. ഇനി ഡെൽറ്റയുടെ രണ്ടാമത്തെ വാല്യൂ ഡെൽറ്റ is less than or equal to half u square epsilon. That is this less than or equal to half into u square epsilon into 2 by u square എന്നാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് മുൻകൂട്ടി കണ്ടാണ് നമ്മൾ ആ ചോയ്സ് എടുത്തത്. സോ ദിസ് ലെസ് ദാൻ എപ്സിലോൺ. സോ മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് യു ലെസ് ദാൻ എപ്സിലോൺ ആവാൻ നമുക്ക് എന്ത് ചെയ്യണം? മോഡ് എക്സ് മൈനസ് യു ലെസ് ദാൻ ഡെൽറ്റ ചൂസ് ചെയ്യണം. ഹിയർ ഡെൽറ്റ ഇതാണ് നമ്മളുടെ പോയിന്റ്. ഡെൽറ്റ ഈസ് എ ഫങ്ഷൻ ഓഫ് epsilon, not only epsilon, delta depend on u also. കഴിഞ്ഞ എക്സാമ്പിളിൽ ഡെൽറ്റ ചൂസ് ചെയ്യുമ്പോൾ ഡെൽറ്റ എന്നുള്ളത് എപ്സിലോണിന്റെ മാത്രം ഫംഗ്ഷൻ ആയിട്ടാണ് കഴിഞ്ഞ എക്സാമ്പിളിൽ വന്നെങ്കിൽ ഈ എക്സാമ്പിളിൽ ഡെൽറ്റ ഡിപ്പെൻഡ് ഓൺ ദ പോയിന്റ് യു. സോ ഇൻ ഷോർട്ട് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എ പോയിന്റ് യു എന്ന് പറയുമ്പോൾ കണ്ടിന്യൂയിറ്റിക്ക് ആവശ്യമുള്ള എപ്സിലോണും ഡെൽറ്റയും നമ്മൾ കാണുമ്പോൾ ഡെൽറ്റ കാണുമ്പോൾ എപ്സിലോൺ നമുക്ക് തന്നതാണ്, ഡെൽറ്റ നമ്മൾ കാണുമ്പോൾ യു ഉപയോഗിക്കണോ ഉപയോഗിക്കണ്ടേ എന്നുള്ളതാണ്. ഇപ്പൊ യു ഉപയോഗിക്കേണ്ടി വരികയാണെങ്കിൽ ഈ കേസിലെ പോലെ ഡെൽറ്റ കാണാൻ ഡെൽറ്റ ഈസ് എ ഫങ്ഷൻ ഓഫ് യു ആൻഡ് എപ്സിലോൺ ആണെങ്കിൽ we say that the continuity is not uniform, whereas if delta depend on the value of epsilon only, delta depending on epsilon only, then the continuity is uniform or f is said to be uniformly continuous. Okay, uniform continuity defines it. Let A is a subset of R and F is from A to R. We say that F is uniformly continuous on the domain. The continuity is at a point whereas uniformly continuity is on a domain, on the entire domain of the function. So if for epsilon greater than 0, for each epsilon positive, there is a delta greater than 0 which depend on epsilon only, such that if x u belongs to A or any number satisfying mod x minus u less than delta, then f of x minus f of u less than epsilon. So ഇവിടെയുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഒരു പോയിന്റിലല്ല നമ്മൾ പറയണേ, ഒരു ഡൊമൈനിൽ ഒന്നിച്ചാണ് പറയണെന്നാണ് ഫസ്റ്റ് ഡിഫറൻസ്. രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറഞ്ഞാല് ഈ ഡെൽറ്റ ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ പോയിന്റ്സ് യു ഇൻ ഇ. Delta depend on the value of epsilon only. So for each epsilon there exists a one and only one delta or a fixed delta, such that whenever mod x minus u less than delta, mod f of x minus f of u less than epsilon. This is the definition of uniform continuity. നമ്മൾ മുകളിൽ പറഞ്ഞ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x എന്നുള്ള ഫംഗ്ഷൻ എൻറ്റയർ ആർലി യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്. വേറാസ് 1/x എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞ ഡൊമൈൻ ഏതായിരുന്നു? പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ഓർ 0 ഇൻഫിനിറ്റി ഓപ്പൺ 0 ഇൻഫിനിറ്റി എന്നുള്ള ഇന്റർവെൽ യൂണിഫോംലി കണ്ടിന്യൂസ് അല്ല. അപ്പോൾ കൂടുതലായിട്ട് യൂണിഫോം കണ്ടിന്യൂറ്റിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മൾ ഒരു നോൺ യൂണിഫോം കണ്ടിന്യൂറ്റി ക്രൈറ്റീരിയൻ പറയുന്നതാണ്. അതായത് ഒരു ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് അല്ല എന്ന് നമുക്ക് എപ്പോഴാണ് പറയാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അപ്പൊ എന്താണ് നോൺ യൂണിഫോം കണ്ടിന്യൂറ്റി ക്രൈറ്റീരിയ? A is a subset of R and F is from A to R. Then F is not uniformly continuous on A is equivalent to the following statements. That is, if F is not uniformly continuous on A, the following statements hold, or the statement 2 and 3 has the same meaning as
f is not uniformly continuous on A. What are the hypotheses? There exists an epsilon naught such that for every delta we can find points x delta and u delta in A such that mod x delta minus u delta less than delta, whereas modulus of f of x delta minus f of u delta greater than or equal to epsilon naught. The first condition. And the second condition is there exists an epsilon naught greater than 0 and two sequences x delta mu delta sequence there exist sequences xn and un in capital A such that limit of xn minus un is 0 and mod f of xn minus un greater than or equal to epsilon naught for all n belongs to n. So ഈ നോൺ യൂണിഫോം കണ്ടിന്യൂറ്റി ക്രൈറ്റീരിയ നമുക്ക് ആവശ്യം ഒരു ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് അല്ല എന്ന് പ്രൂവ് ചെയ്യാനാണ്. ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ എക്സാമ്പിൾ തന്നെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x ഈസ് നോട്ട് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ 0 ഇൻഫിനിറ്റി നമ്മൾ പറഞ്ഞു. അപ്പോൾ യൂണിഫോംലി കണ്ടിന്യൂസ് അല്ല എന്ന് പറയാൻ നമ്മൾ 0 ഇൻഫിനിറ്റിയിൽ രണ്ട് സീക്വൻസ് എടുക്കുക. എയിൽ എ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇവിടെ രണ്ട് സീക്വൻസ് എടുക്കുക. ഒരു സീക്വൻസ് നമുക്ക് ഇഷ്ടമുള്ള സീക്വൻസ് എടുക്കാം. നമ്മൾ ഫസ്റ്റ് xn ഈക്വൽ ടു 1/n un ഈക്വൽ ടു 1/n plus 1 എന്ന് എടുക്കുക. Now what is limit of xn minus un? What is limit of xn minus un? That is limit of 1/n minus 1/n plus 1 is equal to 0 obviously, whereas what about f of xn minus f of un? F of xn minus f of un is equal to f of xn പറഞ്ഞാ f of 1/n, f of x പറഞ്ഞാ 1/x ആയതുകൊണ്ട് f of xn എന്താവും, f of 1/n എന്താവും അല്ലേ, റെസിപ്രോക്കൽ എടുക്കണ്ടേ, n minus n plus 1 mod f of xn minus f of un is equal to 1. So if we choose epsilon not equal to 1/2, if we choose epsilon not equal to 1/2, this is greater than or equal to epsilon naught. So we നമുക്കൊരു റിസൾട്ടിന് എപ്സിലോൺ ഉപയോഗിക്കണമെങ്കിൽ എപ്സിലോണിന്റെ കണ്ടീഷൻ എപ്സിലോൺ may be any positive quantity. We should be able to choose any positive value for epsilon, but here we cannot choose epsilon naught as 1/2. Epsilon choice ഒരു നമ്പറിന് സാധ്യമല്ലെങ്കിൽ that result does not work. അപ്പോൾ ഇവിടെ ഈ കോഷി ഈ നോൺ യൂണിഫോം കണ്ടിന്യൂറ്റി ക്രൈറ്റീരിയയിൽ പറയുന്ന പ്രകാരം we can choose epsilon equal to 1/2 then and two sequences 1/n and 1/n plus 1 such that the limit of their difference goes to 0, whereas the limit modulus of the difference between their images f of xn and f of un in the difference in the modulus becomes greater than or equal to some fixed epsilon. So the function is not uniformly continuous on A. അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോവാണ്. ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ എന്താണ് യൂണിഫോം കണ്ടിന്യൂറ്റിന്റെ ഡെഫിനിഷൻ, എന്താണ് യൂണിഫോം കണ്ടിന്യൂറ്റി നോൺ യൂണിഫോം കണ്ടിന്യൂറ്റി തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതും, പിന്നെ യൂണിഫോം കണ്ടിന്യൂസ് അല്ല എന്ന് പറയാനുള്ള ക്രൈറ്റീരിയ എന്താണെന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ റിസൾട്ടുകൾ അടുത്ത ക്ലാസ്സിൽ